إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله സർവ്വലോകരക്ഷിതാവായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് മുത്തഖികളായി ജീവിക്കാൻ ശ്രമിക്കണേ എന്നാദ്യമായി എന്നെയും ശേഷം നിങ്ങൾ ഓരോരുത്തരെയും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പുണ്യകർമ്മങ്ങളായി പഠിപ്പിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളിലും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ ഭാഗമാക്കി മുന്നോട്ട് പോവുക എന്നത് സത്യവിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. അക്കൂട്ടത്തിൽ നമ്മുടെ ഈമാനിനെ ഊട്ടിയുറപ്പിക്കാൻ സഹായിക്കുന്ന ഏറെ ശ്രേഷ്ഠകരമായ ഒരു കർമ്മമാണ് ബലികർമ്മം എന്നത്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായമായ സൂറത്തുൽ കൗസറിൽ അള്ളാഹു അത് പ്രത്യേകം കൽപ്പിച്ചിട്ടുണ്ട്. ഫസല്ലി ലിറബ്ബിക വൻഹർ, നീ നിന്റെ രക്ഷിതാവിന് വേണ്ടി നിസ്കരിക്കുകയും വൻഹർ, ബലിയറുക്കുകയും ചെയ്യുക. ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഫസല്ലി ലിറബ്ബിക, നീ നിന്റെ രക്ഷിതാവിന് വേണ്ടി നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ പെരുന്നാൾ സുദിനത്തിൽ യൗമുൽ അദ്ഹയുടെ ദിവസത്തിൽ പെരുന്നാൾ നിസ്കരിക്കാനുള്ള കൽപ്പനയാണ്. വൻഹർ എന്ന് പറഞ്ഞാൽ ആ നിസ്കാരത്തിന് ശേഷം നീ ഉദ്ഹിയ്യത്ത് അറുക്കുകയും ചെയ്യുക. പുരാതന കാലം മുതൽ മതസമൂഹങ്ങളിൽ ദൈവപ്രീതിക്കായുള്ള മൃഗബലി എന്നത് പുണ്യകർമ്മമായി കരുതപ്പെട്ടു വന്നിരുന്നു. ഇസ്ലാമും പ്രപഞ്ച സൃഷ്ടാവിനെ വണങ്ങുന്നതിനുള്ള ഒരു രൂപമായി കൊണ്ട് ബലിയെ നിശ്ചയിച്ചിരിക്കുകയാണ്. അന്യായമായി ഒരു ജീവനെടുക്കുന്നത് ഇസ്ലാമിൽ വലിയ മഹാപാപമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. അന്യായമായി ഒരാളെ വധിച്ചാൽ അത് ലോകത്തുള്ള മുഴുവൻ ആളുകളെയും വധിക്കുന്നതിന് തുല്യമാണ്. അത് മനുഷ്യനെ എന്നല്ല, ഒരു ജീവിയെയും വെറുതെ കൊല്ലാൻ പാടില്ല, വെറുതെ ഒരാളെയും ആക്രമിക്കാൻ പാടില്ല. എന്നാൽ ചില ജീവികൾ മനുഷ്യൻ്റെ ഭക്ഷണത്തിനായി നിശ്ചയിക്കപ്പെട്ടവയാണ്. ന്യായമായ തോതിലും
ന്യായമായ രൂപത്തിലും അവയെ അറുക്കുന്നതും ഭക്ഷിക്കുന്നതും ഇസ്ലാം അനുവദിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അറുക്കൽ അനുവദനീയമായ ചില ജീവികളെ ബലി അറുക്കുന്നതിനു വേണ്ടി അറവ് നടത്തൽ പ്രത്യേകം പുണ്യമായി പ്രോത്സാഹിപ്പിക്കപ്പെട്ട വിഷയമാണ്. അത്തരം ബലിമൃഗങ്ങൾ അള്ളാഹുവിൻ്റെ ചിഹ്നമായി അള്ളാഹു നിശ്ചയിച്ചിരിക്കുകയാണ്. വൽ ബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹി ലക്കും ഫീഹാ ഖൈർ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ബലിയറുക്കുന്ന ബലിയൊട്ടകം അതിനെ നാം നമ്മുടെ ചിഹ്നമായി നിശ്ചയിച്ചിരിക്കുന്നു, അതിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇസ്ലാം എന്തിനാണ് ഇങ്ങനെ ഒരു ബലി നിശ്ചയിച്ചത്? അതിലുള്ള സന്ദേശം എന്താണ്? തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, അതാ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് എന്തൊക്കെ പ്രിയമുള്ളതുണ്ടോ, അതൊരു ജീവനായാൽ പോലും അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടെങ്കിൽ, ദൈവശാസനയുണ്ടെങ്കിൽ അതിനെ പോലും ബലിയറുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന ഒരു അടിമയുടെ തീരുമാനത്തിൻ്റെ സന്ദേശമാണ് യഥാർത്ഥത്തിൽ ബലിയിലൂടെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ എന്തിനും തയ്യാറാണ്, ഞാനൊരു മുസ്ലിമാണ്, അവന് കീഴ്പ്പെട്ടവനാണ് എന്ന ഒരു പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഉദ്ഹിയ്യത്തിലൂടെ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾ ബലിയറുക്കുമ്പോൾ അത് അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള പൂർണ്ണമായ സമർപ്പണമാണ്. അതാണ് നമ്മൾ നിസ്കാരത്തിൽ ഉടനീളം പ്രഖ്യാപിക്കുന്നത്, ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് സൂറത്തുൽ അൻആമിന്റെ 162-ാമത്തെ ആയത്താണ്. ഖുൽ നബിയെ, നീ പ്രഖ്യാപിക്കുക, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി, എൻ്റെ നിസ്കാരം, എൻ്റെ ബലികർമ്മം, എൻ്റെ ജീവിതം, എൻ്റെ മരണം, ഇതെല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവെ നിനക്കുള്ളതാണ്. ഇത് എല്ലാ നിസ്കാരത്തിലും വജ്ജഹത്തു എന്ന് നമ്മളൊക്കെ മദ്രസ കാലം മുതൽ പഠിച്ചിട്ടുള്ള പ്രാരംഭ പ്രാർത്ഥന, അതിൽ നമ്മൾ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബലികർമ്മം, നമ്മുടെ നിസ്കാരം, നമ്മുടെ ജീവിതം, നമ്മുടെ മരണം, ഇതെല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നു. ബലിയുടെ ആത്മാവ് എന്ന് പറയുന്നത് അതാണ്. നമ്മൾ ബലികർമ്മം അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള പരിപൂർണമായ ഒരു സമർപ്പണമായി പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാം ഉദ്ദേശിക്കേണ്ടത് അള്ളാഹുവിൻ്റെ മജു മാത്രമായിരിക്കണം. ഉദ്ഹിയ്യത്ത് അറുക്കുമ്പോൾ, ഒരു ബലി നമ്മൾ നടത്തുമ്പോൾ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യമെന്താണ്? അള്ളാഹുവിൻ്റെ പ്രീതിയാണ്, അവൻ്റെ ഇഷ്ടമാണ്. അള്ളാഹുവിന് ബലിമൃഗത്തിൻ്റെ ഇറച്ചിയോ രക്തമോ ആവശ്യമില്ലെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മറിച്ച് അള്ളാഹുവിലേക്ക് എത്തുന്ന നമ്മുടെ ഉദ്ദേശ ലക്ഷ്യമാണ്. നമ്മുടെ ഹൃദയത്തിൽ എന്താ ഉള്ളത്, നമ്മുടെ നിയ്യത്ത് എന്താണ്, നമ്മുടെ കരുതൽ എന്താണ്, ഇതാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത്. ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വ മിൻകും എന്ന് അള്ളാഹു പറയുന്നു. ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ. നമ്മൾ ബലിയറുക്കുമ്പോൾ അതിൻ്റെ രക്തമോ മാംസമോ അല്ല അള്ളാഹുവിലേക്ക് എത്തുന്നത്. വലാകി യനാലുഹു തഖ്വ മിൻകും, അത് അറുക്കുന്നവൻ്റെ, അത് അറുക്കാൻ പൈസ കൊടുത്തവൻ്റെ ലക്ഷ്യം എന്താണ്, അവൻ്റെ പ്രീതി എന്താണ്, അവൻ്റെ വജ്ഹ് എന്താണ്, ഉദ്ദേശം എന്താണ്, അവൻ്റെ തഖ്വ എത്രത്തോളമുണ്ട്, അവൻ്റെ ഇഖ്ലാസ് എത്രത്തോളമുണ്ട്, അതാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 3 ബലികളെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ. ഒന്നാമത്തത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കൾ നടത്തിയ ഒരു ബലിയാണ്. കാബീലും ഹാബീലും നടത്തിയ ബലിയെക്കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഉദ്ദേശം, അതിൻ്റെ ലക്ഷ്യം മാറിപ്പോയത് കൊണ്ട് അള്ളാഹു അത് സ്വീകരിച്ചില്ലെന്ന് പ്രത്യേകം പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഖറബ ഖുർബാനൻ ഫതുഖബ്ബില മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖർ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവർ ബലി നടത്തിയപ്പോൾ അതിൽ നിന്ന് ഒരാളിൽ നിന്ന് അള്ളാഹു സ്വീകരിച്ചു, മറ്റേയാളിൽ നിന്ന് സ്വീകരിച്ചില്ല. കാബീലിൽ നിന്ന് സ്വീകരിച്ചില്ല, ഒരാളിൽ നിന്ന് സ്വീകരിച്ചുള്ളൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പറഞ്ഞത് അവരുടെ ഉദ്ദേശ ലക്ഷ്യം നല്ലതാകാത്തത് കൊണ്ടാണ്. രണ്ടാമത്തെ ബലിയെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് ബനൂ ഇസ്രായേൽ സമൂഹം നടത്തിയ ബലിയെക്കുറിച്ചാണ്. എന്താണത്? വഇദ് ഖാല മൂസാ ലിഖൗമിഹി, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ സമൂഹത്തോട് പറയുകയുണ്ടായി, ഇന്നല്ലാഹ യഅ്മുറുകും അൻ തസ്ബഹു ബഖറ, നിങ്ങൾ ഒരു പശുവിനെ അറുക്കുവാൻ വേണ്ടി അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു.
ഖാലു അതത്തഖിദുനാ ഹുസുവ, അവർ ചോദിച്ചു, നീ എന്താ ഞങ്ങളെ ഒരു പരിഹാസപാത്രമായിട്ടാണോ കണക്കാക്കുന്നത്? നീ എന്താണ് ഈ പറയുന്നത്? ഖാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ, വിവരം കെട്ട ആളുകളിൽ പെടുന്നതിനെ തൊട്ട് അല്ലാഹുവേ ഞാൻ രക്ഷ തേടുന്നു, നിന്നോട് പ്രാർത്ഥിക്കുന്നു എന്ന് ആ സമയത്ത് മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയുണ്ടായി. പ്രസ്തുത ബലിയിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ അവർ ഒട്ടനേകങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട്. പക്ഷേ എല്ലാ ചോദ്യത്തിനും കൃത്യമായ മറുപടി ലഭിച്ചു. എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി ലഭിച്ചപ്പോൾ അവർക്ക് നിർബന്ധപൂർവം ഒരു ബലി നടത്തേണ്ടി വന്നു. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ സൂറത്തുൽ ബഖറയുടെ തുടക്കം മുതൽ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതിനവർ ഉപയോഗിച്ചത് ആ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ, ഏറ്റവും മുന്തിയ ഒരു ഉരുവിനെയായിരുന്നു എന്ന് സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്. പക്ഷേ ആ ബലിയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് അവർ മനസ്സില്ല മനസ്സോടെയാണ് അതിനെ കൊന്നുകളഞ്ഞത് എന്നാണ്. ഫദബഹൂഹാ വമാ കാദു യഫ്അലൂൻ എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. അവർ ഏറ്റവും വലിയ മുന്തിയ ഉരുവിനെയാണ് അറുത്തത്, പക്ഷെ അവർ മനസ്സില്ല മനസ്സോടെ അതിനെ കൊന്നുകളഞ്ഞു എന്ന പ്രയോഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയത്. ഇതാണ് രണ്ടാമത്തെ ബലി. മൂന്നാമത്തെ ഒരു ബലിയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകൻ ഇസ്മായിലിന് ബലി നൽകാൻ തയ്യാറായ ആ സംഭവത്തെക്കുറിച്ച് ബലി എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ബലി നടന്നിട്ടുണ്ടോ ഇല്ല എന്ന് നമുക്കൊക്കെ അറിയാം. എങ്കിലും ബലി എന്നതിൻ്റെ ആത്മാവായി കണക്കാക്കപ്പെടുന്നത് ആ ബലിയെക്കുറിച്ചാണ്. നമ്മുടെ മനസ്സിൽ ഉദയ്യത്ത് എന്ന് കേൾക്കുമ്പോൾ, ബലി എന്ന് കേൾക്കുമ്പോൾ ഈ പറയുന്ന ബലിയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകൻ ഇസ്മായിലിന് ബലി നൽകാൻ തയ്യാറായ സംഭവത്തെക്കുറിച്ചാണ് ബലി എന്ന് പറയാറുള്ളത്. ബാഹ്യമായ കണക്കിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഉരുവിനെ തന്നെയാണ് ആദ്യത്തെ രണ്ടുപേരും ബലികർമ്മമായി നടത്തിയത്. പക്ഷെ അതിൻ്റെ പിന്നിലെ ആത്മാവായ തഖ്വ ചോർന്നുപോയി. അതിനാൽ അതിൻ്റെ ഫലം വിപരീത ഫലമായി. ആരാധനകളിലെ തഖ്വ കൈമോശം വന്നാൽ പിന്നെ കർമ്മങ്ങൾ നിർജീവമായി പോവും എന്ന പാഠമാണ്, എന്ന സന്ദേശമാണ് ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത്. ആത്മാർത്ഥതയുണ്ടായില്ല എന്നതാണ് ഏറ്റവും വലിയ മുന്തിയ ഉരുവിനെ ബലി കഴിച്ചിട്ടും രണ്ട് വിഭാഗത്തിൻ്റെ ബലി സ്വീകരിക്കാതെ പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതേസമയം തികഞ്ഞ സമർപ്പണ ബോധവും നിറഞ്ഞ ആത്മാർത്ഥതയുമാണ് ഇബ്രാഹിം നബിയുടെ ബലിയെ എന്നും ഒന്നാം സ്ഥാനത്ത് നിലനിർത്തുന്നത്. അള്ളാഹു നോക്കുന്നത് പ്രവർത്തനങ്ങളുടെ വലിപ്പത്തിലേക്കല്ല, മറിച്ച് അവൻ്റെ ഇഖ്ലാസ്, അവൻ്റെ മനസ്സിലുള്ള ഉദ്ദേശ ലക്ഷ്യത്തിൻ്റെ ശുദ്ധത എത്രമാത്രമുണ്ട് എന്നതിനെ സംബന്ധിച്ചാണ്. ആത്മാർത്ഥത കുടിയിരിക്കുന്നത് ഹൃദയത്തിലാണ്. അള്ളാഹു അവിടേക്കാണ് നോക്കുന്നത്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വഅമാലിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ രൂപങ്ങളിലേക്കല്ല, വഅംവാലിക്കും നിങ്ങളുടെ പണങ്ങളിലേക്കല്ല എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ, മറിച്ച് അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കും കർമ്മങ്ങളിലേക്കുമാണ് എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. അപ്പൊ തഖ്വ ഹൃദയത്തിലാണ് എന്നതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞു, അത്തഖ്വ ഹാഹുന അത്തഖ്വ ഹാഹുന അത്തഖ്വ ഹാഹുന. ഇവിടെയാണ് തഖ്വ നിലകൊള്ളുന്നത്, ഇവിടേക്കാണ് അള്ളാഹു നോക്കുന്നത് എന്ന് ആവർത്തിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. മഹാന്മാരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ പ്രവാചകന്മാരുടെ ആത്മസമർപ്പണത്തിൻ്റെ ചരിത്രമാണ് ദുൽഹിജ്ജയിലെ ബലിക്കുള്ളത് എന്നർത്ഥം. വിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാഫാത്തിൽ 100 മുതലുള്ള ആയത്തുകളിൽ അള്ളാഹു ഈ ചരിത്രം വളരെ വിശദമായി വിവരിക്കുകയാണ്. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുട്ടിയെ ലഭിക്കാതിരുന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സ്വാലിഹായ സന്താനത്തിനു വേണ്ടി ആത്മാർത്ഥമായി തൻ്റെ ജീവിതത്തിൻ്റെ സായം സന്ധിയിലും അള്ളാഹുവിലുള്ള പ്രതീക്ഷ കൈവിടാതെ, നിരാശപ്പെടാതെ അള്ളാഹുവിനോട് നിരന്തരമായി അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന സ്വീകരിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിൽ എന്ന പൊന്നുമോനെ നൽകുകയാണ്. ആ മകൻ പിതാവിനോടൊപ്പം നടക്കാൻ, ഉപ്പ എന്ന് വിളിക്കാൻ പ്രായമായ ആ ഒരു സാഹചര്യത്തിൽ ഏറ്റവും വലിയ പരീക്ഷണം വന്നു, അവനെ അറുക്കണം എന്നത്. ഒരു മടിയുമില്ലാതെ തൻ്റെ മകനോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ യാതൊരു മുടക്കവും പറയാതെ ആ മകൻ അതിനെ സമ്മതിക്കുകയുണ്ടായി. ഖാല യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. നിങ്ങളോട് എന്ത് കൽപ്പിച്ചുവോ അത് നിങ്ങൾ ചെയ്തു കൊള്ളുക.
ഇൻഷാ അല്ലാഹ് സ്വാബിരീങ്ങളിൽ എന്നെ കാണാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി നൽകിയത്. അതിനെ അറുക്കാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ അള്ളാഹു അത് തടയുകയും സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന് സമ്മതിക്കുകയും ചെയ്തു. ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ വനാദൈനാഹു അൻ യാ ഇബ്രാഹീം ഖദ് സദ്ദഖത അർ-റുയ ഇന്ന കദാലിക നജ്സിൽ മുഹ്സിനീൻ. അതിനെ അറുക്കാൻ വേണ്ടി തൻ്റെ നെറ്റി മണ്ണിലേക്ക് ഇറക്കി വെച്ച സാഹചര്യത്തിലാണ് ആകാശലോകത്ത് നിന്ന് വെളിയാളം വന്നത്. ഓ ഇബ്രാഹിം, നീ നിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു, നീ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, വ്യക്തമായ ഒരു പരീക്ഷണം തന്നെയായിരുന്നു അത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. വഫദൈനാഹു ബിദ്ബിഹിൻ അദീം, തീർച്ചയായും ഒരു ബലിമൃഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പകരമായി നൽകുന്നു. വതറക്നാ അലൈഹി ഫിൽ ആഖിരീൻ സലാമുൻ അലാ ഇബ്രാഹിം, പിൽക്കാലക്കാർക്ക് എന്നും ഓർക്കാവുന്ന സൽകീർത്തി അദ്ദേഹത്തിൽ ഉയർത്തുകയും ചെയ്തു എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഈ 3 ബലികളെ കുറിച്ച് ഖുർആൻ പരാമർശിച്ചിട്ടും 2 ബലികൾ ഏറ്റവും മുന്തിയ ഉരുവിനെ നൽകിയിട്ടും അതൊന്നും ബലിയായി പരിഗണിക്കാതെ ഏറ്റവും നല്ല ബലിയായി ഒരു ബലി നടക്കാത്തൊരു ബലിയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ പരീക്ഷണമെന്നും പിൽക്കാലക്കാർക്ക് എന്നും ഓർക്കാവുന്ന ഒരു സംഭവമായി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഒരു ശേഷിപ്പായി നിലനിർത്തിയതിൻ്റെ കാരണം ഹൃദയത്തിലെ ആത്മാർത്ഥതയാണ് എന്ന തിരിച്ചറിവ് നമുക്കൊക്കെയും ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു قولي هذا أستغفر الله لي ولكم ولجميع المسلمين من كل ذنب واستغفروه إنه هو الغفور الرحيم. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ദുൽഹിജ്ജയിലെ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബലികർമ്മം. ഈ ഒരു സന്ദർഭത്തിൽ ഒരു വിഷയം ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ മെയ് മാസത്തിൻ്റെ തുടക്കത്തിലാണുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ മാസത്തിൻ്റെ അവസാനമായിരിക്കും ഈദുൽ അദ്ഹ. അതിൻ്റെ മുമ്പോടിയായി തന്നെ, പ്രത്യേകിച്ചും മാസത്തിൻ്റെ തുടക്കത്തിലാണ് നമ്മുടെ കയ്യിലൊക്കെ കാശുണ്ടാവുക. അതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിയത്. കഴിവുള്ളവർ ബലി നൽകണം എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ബലികർമ്മം നിർബന്ധമാണോ സുന്നത്താണോ എന്ന വിഷയത്തിലാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. ബലികർമ്മത്തിൻ്റെ ശ്രേഷ്ഠത കാണിക്കുന്ന ഹദീസുകളുടെ ആധിക്യം കാരണം കടം നൽകിയിട്ടാണെങ്കിലും അത് ആ ഒരു കർമ്മത്തിൽ പങ്കാളികളാവണമെന്ന് പഠിപ്പിച്ച പണ്ഡിതന്മാരുണ്ട്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയോടൊക്കെ ചില ആളുകൾ വന്ന് ചോദിച്ചിട്ടുണ്ട് ആ സംഭവം. തനിക്ക് അടുത്ത മാസം സാലറി കിട്ടുമ്പോൾ കടം വീട്ടാൻ സാധിക്കും എന്ന് ഉറപ്പുള്ള ആളുകൾക്ക് അങ്ങനെ ആവാമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. മനസ്സിലായില്ലേ? എന്നാൽ ഒരാൾക്ക് നിർബന്ധമില്ല, അത്രയും ശ്രേഷ്ഠത ആ കർമ്മത്തിനുണ്ട് എന്നർത്ഥം. മൻ വജദ സഅതൻ അൻ യുദഹിയ ഫലം യുദഹി ഫലാ യഹ്ദുർ മുസല്ലാന. ഉദയ്യത്തിന് കഴിവുണ്ടായിട്ടും ബലിയറുക്കാത്തവൻ നമ്മുടെ മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്നാണ്. ബലിപെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി ഈദ്ഗാഹിലേക്ക് ഹൈലുള്ള പെണ്ണുങ്ങളാണെങ്കിൽ പോലും അവർ വരട്ടെ, നിസ്കാരത്തിന് സമയം അവർ മാറി നിൽക്കട്ടെ, ഖുത്ബ അവർ ശ്രവിക്കട്ടെ എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഔറത്ത് മറക്കാൻ വസ്ത്രമില്ല എങ്കിൽ അത് വായ്പ കൊടുത്തിട്ടാണെങ്കിലും അവൻ വസ്ത്രം വാങ്ങിയിട്ട് അവൻ വരട്ടെ, എന്നിട്ട് അതിൽ പങ്കാളികളാകട്ടെ എന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കാശുണ്ടായിട്ടും ബലിയറുക്കാൻ ഉദയ്യത്തിന് പങ്കാളികളായില്ലെങ്കിൽ അവൻ ഫലാ യഖ്റബന്ന മുസല്ലാന ഫലാ യഹ്ദുർ മുസല്ലാന എന്നൊക്കെ ഹദീസുകളിൽ കാണാൻ പറ്റും. അവർ നിസ്കാരത്തിലേക്ക് വരേണ്ടതിൽ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കണ്ട എന്നല്ല പറഞ്ഞതിനർത്ഥം, അവൻ യഥാർത്ഥത്തിൽ അതിന് അർഹനായിട്ടില്ല എന്നതാണ് അതിൻ്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കാൻ. ഹദീസുകൾ സഹോദരന്മാരെ ഈ രൂപത്തിലൊക്കെ ഉണ്ടായിരിക്കെ ഈ വിഷയത്തിൽ ലാഘവം കാണിക്കുന്ന അവസ്ഥ നമുക്കൊരിക്കലും ഉണ്ടാകരുത്. സ്വന്തം കുടുംബത്തിന് ജീവിക്കാനുള്ള ശേഷി കടിച്ച് ഉദ്ഹിയ്യത്ത് അറുക്കാൻ പണം കയ്യിലുള്ളവർ ഈ ഉദ്ഹിയ്യത്തിൽ പങ്കാളികളാവണം.
ആടാണെങ്കിൽ ഒരാൾ തനിച്ചും, ഇനി മാടോ ഒട്ടകമോ ആണെങ്കിൽ 7 ആൾക്ക് വരെ പങ്കിട്ടും അറവ് നടത്താവുന്നതാണ്. 7 കൂടുതൽ ആളുകളുണ്ടെങ്കിൽ ഒരു മൃഗത്തിൽ പങ്കാളികളായാൽ മുഴുവൻ ആളുകളുടെയും ഉദ്ഹിയ്യത്ത് അസാധുവാകും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അറുക്കുന്ന മൃഗം കുറവുകളില്ലാത്തതാകാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രായം തികഞ്ഞതാവണം, രോഗമില്ലാത്തതാവണം, മജ്ജകൾ കൊടിഞ്ഞു പോയി മെലിഞ്ഞൊട്ടിയതാകാത്തതാകണം എന്നിങ്ങനെ ഒരുപാട് ഷർത്തുകൾ അതിലുണ്ട്. അതിലൊക്കെ ശ്രദ്ധിക്കാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കർമ്മങ്ങളും നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ച പോലെ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ കളക്ഷൻ എടുക്കുന്നത് ദഅവാ ഫണ്ടിന് വേണ്ടിയാണ്. എല്ലാവരും അതിലേക്ക് സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا واعتدالنا ودعاءنا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وسلام على المرسلين والحمد لله رب العالمين.